ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു നാടൻ ഒഴിച്ചുകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് പരിപ്പ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. പരിപ്പ് ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പരിപ്പിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് പരിപ്പ് ഒന്ന് വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ 2 വിസിലടിച്ചാണ് പരിപ്പ് വേവിക്കുന്നത്. നിങ്ങൾ എത്രയാണോ ചെയ്യാറുള്ളത് അതിനനുസരിച്ച് പരിപ്പ് വേവിച്ചെടുക്കണം. പരിപ്പ് ഇവിടെ വെന്ത് വരട്ടെ. ഈ സമയത്ത് ഞാനിവിടെ ചേമ്പിൻ്റെ തണ്ടുണ്ടല്ലോ, അത് കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 കഷ്ണം കപ്പ എടുത്തിട്ടുണ്ട്. അത് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കഷ്ണങ്ങളാക്കി എടുക്കാം. അപ്പോൾ ചേമ്പിൻ്റെ തണ്ട് ഇതേപോലെയാണ് നമ്മൾ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കപ്പ ഇത്തിരി വലിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ പരിപ്പ് കൂടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതേ കുക്കറിലാണ് നമ്മൾ ഈ കഷ്ണങ്ങൾ വേവിക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാത്രത്തിലിട്ട് വേവിക്കാവുന്നതാണ് കേട്ടോ. ഞാൻ കുക്കറിലാണ് വേവിക്കണത്. അതിനായിട്ട് പരിപ്പ് മാറ്റി വെച്ചിട്ട് അതേ കുക്കറിൽ ഞാൻ ചേമ്പിൻ്റെ തണ്ട് ഫസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് കപ്പ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പറമ്പിലുള്ള കപ്പ തന്നെയാണ്, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഈ കഷ്ണത്തിൻ്റെ മേലെ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. കപ്പ വേവാത്ത കപ്പയാണെങ്കിൽ അടിയിൽ കുക്കറിൻ്റെ അടിഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിച്ച് വേവിക്കാം. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ആ സമയത്ത് നമുക്കൊരു തേങ്ങയുടെ കൂട്ടൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളി നിർബന്ധമില്ല കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം ചേർത്ത് തേങ്ങ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് ചൂടുവെള്ളം ചേർത്ത് കഴുകണം. അതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എത്രയാണോ ചാറ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് ഗ്രേവിയുടെ തിക്നെസ് തീരുമാനിക്കാം കേട്ടോ. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ നോക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിക്കണം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് കടുക്, ഉലുവ, വറ്റൽമുളകും കരിവേപ്പിലയും പിന്നെ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് വറുത്തെടുത്തത് കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചേമ്പിൻ തണ്ട് കപ്പക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻസായിട്ട് പറയുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.